ട്രിപ്പ് കഴിഞ്ഞ് വരികയില്ല, അതുകൊണ്ട് രസകരമായ ഒരു ഓർമ്മ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ നിനക്ക് മാത്രമല്ലേ രസകരമായ ഓർമ്മയായിട്ട് മാറിയത്? അപ്പൊ നമുക്കും കൂടെ ഓർമ്മ ഉണ്ടാക്കാൻ എന്താണ് വഴി കൂട്ടുകാരെ? അത് ഞാൻ പറഞ്ഞുതരാം. അടിച്ചു പൊളച്ചു തിമിർത്തു. വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു. ഈ ട്രിപ്പിലെ രസകരമായ ഓർമ്മ അടുത്ത ജന്മത്തിൽ എങ്ങും മറക്കില്ല. സംശയമുണ്ടോ? എന്റെ പിള്ളേരെ രക്ഷിക്കണേ. ഇനി എന്തിനാ ഞങ്ങൾ രക്ഷിക്കുന്നേ? നാട്ടുകാരുടെ മുമ്പിൽ കവിത ചൊല്ലുമ്പോ ഇതൊന്നും ആലോചിച്ചില്ലല്ലോ ഖന്ന സാറ്. അപ്പൊ പിന്നെ നാട്ടുകാരെ വെറുതെ വിടോ? എന്റെ പിള്ളേരെ, ഈ മാസം ജോലി തിരക്കിനിടയിൽ ഞാൻ അടയ്ക്കാൻ മറന്നുപോയി കറണ്ട് ബിൽ. പൂച്ചകളെയും കൊണ്ട് എലികൾ പോയിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഡയറിയിൽ. അടികൈ. എവിടെയാണ് ഡയറി? എടാ, അങ്ങനെ ഡയറി ഒന്നും ഇല്ല. ഞാനൊരു സ്റ്റൈലിന് വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആ എലികൾ സണ്ണിയും കിറ്റിയേയും കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ട്രിപ്പ് പോയി, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്റെ അമ്മോ, അത് ഏതെരിയാണ് പൂച്ചകളെ പൊക്കിക്കൊണ്ട് പോയത്? വാ, നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കാം. ഇനി ഈ വണ്ടി തന്നെ പോകേണ്ടി വരുമോ? ഹണി, നീ വേഗം വന്ന് വണ്ടി കയറ്. നമുക്കൊട്ട് സമയമില്ല. നീ വേഗം വാ. ഐ എം റെഡി കൊച്ചളിയ. എന്നാ വിട്ടോ? കണ്ടം പൂച്ചെ കാക്കാലാതി കണ്ടം വഴിയെ ഓടിക്കോ. കണ്ടാലയ്യോ മണ്ടക്കിട്ട് ഡുണ്ടും കൊട്ടും സൂക്ഷിച്ചോ. കണ്ടം പൂച്ചെ കാക്കാലാതി കണ്ടം വഴിയെ ഓടിക്കോ. വീട്ടിൽ ലേറ്റായി വന്നു കഴിഞ്ഞാൽ അച്ഛൻ വാതിൽ തുറക്കില്ല. ടക്ക് ടക്ക്. എന്താ? ലേറ്റായി വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടും. ചക് ചക്. അപ്പൊ പിന്നെ എന്താണ് ഈ ചക് ചക്? അച്ഛൻ അടിച്ച പിന്നെ ഞാൻ അവിടുന്ന് ഓടില്ലേ. അങ്ങനെ അച്ഛനും ഞാനും കൂടി തൊട്ട് കളിക്കുമായിരുന്നു. ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കൊണ്ടിരുന്നും ചംചം ചൂയിങ്കം ചവച്ചും കൊണ്ടിരുന്നു. ചൂയിങ്കം ചൂയിങ്കം. കിറ്റിയെ നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? നീ എന്താ വിചാരിച്ചത്? നീ ഞങ്ങളെ സിറ്റിയിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള മൗണ്ടൻ പാർക്കിന്റെ ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റിലോട്ട് പോകുന്ന വഴിയിലുള്ള മെയിൻ റോഡിൽ നിന്ന് ഓപ്പോസിറ്റ് ഉള്ള വലിയ ബംഗ്ലാവിൽ കൊണ്ടുവന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ ആരെ ഞങ്ങളെ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ഹണി, നീ അഡ്രസ് നോട്ട് ചെയ്തായിരുന്നോ? അഡ്രസ്സോ? ഞാൻ ഇവിടെ പടം വരക്കുമായിരുന്നു. അയ്യോ, എടാ, നീ ടെൻഷൻ അടിക്കണ്ട. അഡ്രസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. വാ, നമുക്ക് പോകാം. ബൈ ബൈ. ആദ്യം നമുക്ക് മൗണ്ടൻ പാർക്ക് എവിടെയാണെന്ന് നോക്കാം. ഈ മൗണ്ടൻ പാർക്ക് എന്ന് പറയുമ്പോ മൗണ്ടന്റെ ഉള്ളിലാണോ പാർക്ക്? ഈ മൗണ്ടന്റെ ഉള്ളിൽ എങ്ങനെയാണോ പാർക്ക് കുത്തിക്കയറ്റിയത്?
ഇത്ര എലികൾ കാവലുണ്ടല്ലോ. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും കിറ്റിയെ മറ്റു പൂച്ചകളെയും പൂട്ടിയിട്ടിരിക്കുന്നത്. എടാ നമ്മൾ ഇവന്മാരുടെ കണ്ണു വെട്ടിച്ച് അങ്ങനെ അകത്ത് കയറും. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. അളിയാ വാ നമുക്കൊരു ചായ കുടിക്കാം. ഈ കല്ല് നമുക്കൊരു ചീസാക്കി മാറ്റാം. ആ വാതിൽ സേഫ് ആയിരിക്കും, നമുക്ക് അതിലൂടെ തന്നെ പോവാം. ഇനി ഈ ചീസ് എനിക്ക് മാത്രമാണ് സ്വന്തം. കണ്ടം പൂച്ച് കക്കാലാന്തി കണ്ടം വഴിയെ ഓടിക്കൂ. തത്തയെ നമുക്ക് തട്ടിക്കളിക്കാം, പട്ടിയെ നമുക്ക് പെട്ടിയിലടയ്ക്കാം. രണ്ട് പൂച്ചയുടെ എല്ലൊടിക്ക്. ബനി ക്യാച്ച്. നോക്ക്, റോഡ് റോളർ വരുന്നു. ആ അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങള് പുറകോട്ട് നോക്കി കഴിയുമ്പോ നിനക്ക് ഇവിടെ നിന്നങ്ങോട്ട് ഓടി രക്ഷപ്പെട്ട ആരും പുറകിലോട്ട് നോക്കരുത്, മനസ്സിലായോ? അറിയാത്തവിടെ ചതയും പറയും. ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടാൻ തയ്യാറായിക്കോളൂ. കണ്ടം പൂച്ച് കക്കാലാന്തി കണ്ടം വഴിയെ ഓടിക്കൂ. എന്നെ ഇത്രയും തല്ലിച്ച ശേഷം നിങ്ങൾ പോകേണ്ടി വരും മെഡിക്കൽ സ്റ്റോറിലേക്ക്. അപ്പൊ നീ മിക്കവാറും പോകേണ്ടി വരും സെൻട്രൽ ജയിലിലേക്ക്. എത്രയും അഹങ്കാരം ഈ പീറ തത്തയ്ക്കോ? ഇത്രയും പൂച്ചകൾ എങ്ങനെ കെട്ടിയിടാൻ മാത്രം എന്ത് പകയാ നിനക്ക് അവരോടുള്ളത്? വളരെ വലിയൊരു സ്റ്റോറിയാണത്. എന്നാ ശരി, നീ അത് പറയണ്ട. എങ്കിൽ കേട്ടോളൂ, ഞാൻ ഈ പൂച്ചകളെ മനഃപൂർവ്വം തടവിലാക്കിയതല്ല. ഞാൻ ഈ പൂച്ചകളെ വളർത്തുകയാണ്. എങ്കിൽ നീ അത് പറയണ്ട. എത്രയും അഹങ്കാരം ഈ പീറ തത്തയ്ക്കോ? എത്രയും അഹങ്കാരം ഈ പീറ തത്തയ്ക്കോ? എത്രയും അഹങ്കാരം ഈ പീറ തത്തയ്ക്കോ? എത്രയും അഹങ്കാരം ഈ പീറ തത്തയ്ക്കോ?
ഈ സണ്ണിയും കൂട്ടുകാരും ചേർന്ന് ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അയ്യോ അതിനു പകരം ഞങ്ങൾ എല്ലാ പൂച്ചകളെയും പിടിച്ച് തടവിലാക്കി. ഈ പ്രശ്നത്തിന് പ്രധാന കണ്ണിയെന്ന് പറഞ്ഞ ആ സണ്ണിയെ കൂട്ടുകാരുമാ. അവന്മാരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ആദ്യം അവന്മാരെ പോയി പിടിക്ക്, പിന്നെ വിടുന്ന കാര്യം ആലോചിക്കാം. അവന്മാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്ക്. അമ്മാ. അല്ലേ ഇവരെല്ലാരും ഇത് എവിടെ പോയി? എല്ലാം പേടിച്ചോടിയെന്നാ തോന്നുന്നേ. വീണ്ടും തിരിച്ചു വന്നോ? അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കണേ. എലികൾക്ക് ഞങ്ങളുടെ സ്വത്തിന്റെ ഒരു ഷെയറും വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഇനി എലികളെല്ലാം എന്റെ സഹോദരങ്ങളായിരിക്കും. സോറി. കണ്ടം പൂച്ച് കാക്കാല നീ കണ്ട ശരി ശരി, മാപ്പ് തന്നു. ആ പിന്നെ മൗസനിയ, നീയും ഈ കിറ്റിയോട് മാപ്പ് പറയണം. ഇനി അഥവാ നിന്നെ ഈ നാട്ടിലെ ഒരു പൂച്ച ഉപദ്രവിച്ച നാട്ടിലെ എല്ലാ പൂച്ചകളെയും ഇങ്ങനെ ശിക്ഷിക്കരുത്. സംശയമുണ്ടോ? അതെ, ഏത് പൂച്ച ഉപദ്രവിച്ചു കഴിഞ്ഞാലും അതിന്റെ ശിക്ഷ സണ്ണിക്ക് കൊടുത്താൽ മതി. ഇതെന്തോന്നൊക്കെയാ നീ പറയുന്നത്? ഒരു തമാശ പറഞ്ഞതാണ്. കേട്ടിട്ടില്ലേ? തമാശകൾ ആരോഗ്യത്തിന് നല്ലതാണ്.